പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ മുറിവുകളും നൊമ്പരങ്ങളും സംഭവിക്കുക സ്വാഭാവികമാണ്. ശരീരത്തിൻ്റെ രോഗങ്ങൾ, മനസ്സിൻ്റെ മുറിവുകൾ, ആന്തരികമായ വ്യഥകൾ, ഇതെല്ലാം ജീവിതത്തെ അലട്ടാറുണ്ട്. ചിലർ അതിൽ മുമ്പിൽ തളരാറുണ്ട്, ചിലർ അതിനെ അതിജീവിക്കാറുമുണ്ട്. തളരുന്നവരാണോ അതിജീവിക്കുന്നവരാണോ ഒരാത്മശോധനയ്ക്ക് നമ്മൾ ശ്രമിക്കണം. പലപ്പോഴും നമ്മൾ തളരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ദേഹത്തിൻ്റെ രോഗങ്ങൾ, മനുഷ്യരുടെ കമൻറ്റുകൾ, ജീവിതത്തിലുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ, ഇതെല്ലാം ഒരു വ്യക്തിയെ തളർത്താം. അങ്ങനെ തളരുമ്പോൾ ഉണ്ടാകുന്ന അപകടം നമ്മളിലേക്ക് തിരിയുന്നു, നമ്മുടെ ശക്തിയിലേക്ക് തിരിയുന്നു. നമ്മുടെ ശക്തിയിലേക്ക് തിരിയുമ്പോൾ ഞാൻ എന്നോളം മാത്രം വളരും. എൻ്റെ ചക്രവാളങ്ങൾ എൻ്റേത് മാത്രം, എൻ്റെ മനോഭാവങ്ങൾ, കാഴ്ചപ്പാടുകൾ എൻ്റേത് മാത്രം. ദൈവത്തിലേക്ക് തിരിയുമ്പോൾ എൻ്റെ മനോഭാവങ്ങൾ ദൈവിക മനോഭാവമാവും, എൻ്റെ കാഴ്ചപ്പാടുകൾ ദൈവിക കാഴ്ചപ്പാടാകും, എൻ്റെ വാക്കുകളും ചിന്തകളും ദൈവത്തോട് ചേർന്നതാകും. ഞാൻ എന്നിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ എന്നോടും വളരും. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ ദൈവത്തോടും വളരും. എന്നോടും വളരാതെ ദൈവത്തോടും വളരുന്ന വ്യക്തികളായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മൾ ഒരുപാട് ക്ഷീണിച്ച് വരുമ്പോൾ, ചൂടും ആവിയുള്ള സമയത്ത് തളർന്നു വരുമ്പോൾ ഒരു AC റൂമിൽ കയറിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുളിർമയുണ്ട്. ഒരു നല്ല ഷവറിന് കീഴിൽ നിന്ന് ദേഹത്ത് വെള്ളം വീണ് തണുക്കുമ്പോഴുള്ള ഒരു കുളിർമയുണ്ട്. ഈ ഒരു കുളിർമ സാധാരണ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം. ദൈവത്തെ ഓർത്തും ദൈവത്തെ ധ്യാനിച്ചും ദൈവിക ഗ്രന്ഥങ്ങൾ വായിച്ചും ഞാൻ കുറേ സമയം ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാറ്റ് എന്നിലേക്ക് വരും, ദൈവത്തിൻ്റെ കുളിർമ എന്നിലേക്ക് വരും. ഞാനൊരു ദൈവിക മനുഷ്യനായി മാറും. ഇല്ലെങ്കിൽ എൻ്റെ വികാരം, എൻ്റെ ചിന്ത, എൻ്റെ ലോകം, അതിനുള്ളിൽ ഞാൻ ഒതുങ്ങിപ്പോകും. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ദൈവികതയിലേക്ക് വളരുന്നവരാണോ അതോ മാനസിക തലത്തിൽ നിൽക്കുന്നവരാണോ നമ്മൾ എന്ന് സ്വയം ഓർക്കാം. എൻ്റെ തന്നെ തലത്തിൽ ഞാൻ നിന്നാൽ കൊച്ചു കാര്യങ്ങൾക്ക് ശപിക്കും, പിരാകും, പഴിക്കും. ദൈവിക തലത്തിലേക്ക് ഞാൻ വളരുമ്പോൾ ഏത് കഠിനമായ അനുഭവങ്ങളെയും ശാന്തതയോടെ ഞാൻ ഫേസ് ചെയ്യും. കാരണം എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ ശക്തനാണ്. ആ തിരിച്ചറിവ് നമുക്ക് വേണം. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബലവും ശക്തിയും പകരുക. നല്ല വായനകളിലൂടെ, നല്ല പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട്, നല്ല സംഭാഷണങ്ങൾ ശ്രമിച്ചുകൊണ്ട് നന്മയിൽ വളർന്നു ദൈവത്തോടൊത്ത് നടക്കുന്ന വ്യക്തികളായി ഞാൻ മാറണം. ദൈവത്തോട് നടക്കുമ്പോൾ ദൈവം ഒരു വാക്ക് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ഉറപ്പാണ് ദൈവം നമുക്ക് തരിക. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? നഗ്നതയോ ആപത്തോ, വാളോ പട്ടിണിയോ, വന്നവയോ വരുവാനുള്ളവയോ, ഒന്നിനും എൻ്റെ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുക സാധ്യമല്ല. ദൈവം പറയുന്നു, ലോകാവസാനം വരെ ഞാൻ കൂടെയുണ്ട്. ഒരിക്കലും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, അനാഥയായി വിടുകയില്ല. നിൻ്റെ മുടി നരയ്ക്കുമ്പോഴും നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ. എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നീ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം, ഇതാണ് വഴി, ഇതിലേ പോവുക. അങ്ങനെ പറയുന്ന ഒരു ദൈവത്തെ മതഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പറയുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് നല്ല പരിചയമായി കൂടെയുമുണ്ട്. ജീവിതത്തിൽ ഓരോന്നും വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവിക കൃപയിൽ വ്യാപരിക്കുന്ന, എൻ്റെ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ശക്തിക്ക് വളരുന്ന നല്ല മക്കളായി മാറാൻ നമുക്ക് കഴിയണം. ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാം. അവിടെ പറയുന്ന വാക്കുണ്ട്, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവിക ശക്തി എന്നിൽ ഒഴുകണമെങ്കിൽ എൻ്റെ വർത്തമാനങ്ങൾ ഞാൻ നിർത്തണം, എൻ്റെ ചിന്തകൾക്ക് ഞാൻ കടിഞ്ഞാടിടണം, എൻ്റെ വികാരങ്ങൾക്ക് ചങ്ങലയിടണം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവികമായ ശക്തി എന്നിലേക്ക് ഒഴുകുകയും എന്തിനേയും അതിജീവിക്കാൻ ഉൾക്കരുത്തുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറുകയും ചെയ്യും. ഇന്നലകളിലെ എൻ്റെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറുന്നു. ഇന്ന് ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കുന്നു. അങ്ങനെ പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ, ഇന്നലയോട് വിട പറയുവാൻ, പുതിയ സ്വാധീന മേഖലയിൽ കടന്നു വരാൻ
നമുക്ക് കഴിയും. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ കഴിവുണ്ട്. കഴുകനെ പോലെ പറക്കാനുള്ള കഴിവാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ കോഴിക്കുഞ്ഞിനെ പോലെ ചുരുങ്ങിപ്പോകുന്നു. എന്നിൽ ആശ്രയിക്കുന്നുണ്ട്. എൻസൈക്ലോപീഡിയയായി ശോഭിക്കാൻ കഴിവുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ പോക്കറ്റ് ഡിക്ഷണറിയായി ചുരുങ്ങിപ്പോകുന്നു, ജീവിതത്തിൽ ദൈവത്തോട് ചേരാത്തതുകൊണ്ട്. ഈ നല്ല വാക്കുകളിൽ ദൈവം വിളിക്കുന്നു. ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവം നമ്മോടും ചേർന്നിരിക്കും. സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവീക ശക്തിയിൽ ആശ്രയിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. ആ കൃപയിലായിരിക്കുവാൻ നല്ല ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.